ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ ഓടക്കോള് ഊതി നിൽക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപിലായിട്ട് നല്ല വലിയൊരു വിളക്ക് നിറച്ച് എണ്ണ ഒഴിച്ച് 2 തിരിയിട്ടിട്ട് കത്തിച്ചിരുന്നു. അതിന് മുൻപിൽ അന്നത്തെ മന്ത്രവാദ കർമ്മത്തിനുള്ള ദ്രവ്യങ്ങൾ, പൂജാദ്രവ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് എന്നോട് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് കസാരയിട്ട് തന്നു. എന്നിട്ട് ആ ഗൃഹനാഥൻ ചോദിച്ചു, എപ്പോഴാണ് നമുക്ക് കർമ്മങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിളക്ക് താനെ അണയട്ടെ, അപ്പോൾ നമുക്ക് മന്ത്രവാദ കർമ്മങ്ങൾ ആരംഭിക്കാം എന്ന് പറഞ്ഞു. ഏകദേശം എത്ര മണിയാവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 9 മണി. അപ്പോൾ സമയം 7 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 മണി എന്ന് പറഞ്ഞപ്പോൾ ആ ഗൃഹനാഥനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ നിലവിളക്ക് രാത്രി 11 മണി വരെ സ്ഥിരമായിട്ട് കത്തുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ്, ആ വിളക്കിൽ നിറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അബദ്ധം പറ്റിപ്പോയല്ലോ, പറഞ്ഞ വാക്ക് തെറ്റിപ്പോയല്ലോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. നമ്പൂരിച്ചനോട് ആവശ്യപ്പെട്ടു, നമ്പൂരിച്ച ഇതെന്തെങ്കിലും ഒന്നും ചെയ്യണ്ടല്ലോ, 9 മണിക്ക് തന്നെ കർമ്മം ആരംഭിക്കാം എന്ന് പറയുകയും ചെയ്തു. നിലവിളക്ക് കത്തിയതിന് ശേഷമാണിത് ആരംഭിക്കുക എന്ന് പറയുകയും ചെയ്തു. ഇത് തെറ്റാൻ പാടില്ല. നമ്മളൊരു കർമ്മത്തിന് ചെന്നിരുന്നിട്ട് ആ പറയുന്ന വാക്കുകൾ പോലും തെറ്റാൻ പാടില്ല. അത് നമ്പൂരിച്ചനും കൂടി ഒരു മോശമായിരിക്കും എന്ന് മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പൂരിച്ചൻ തോന്നിപ്പിച്ച ഒരു കാര്യം, അടുത്ത് തന്നെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ടല്ലോ, ഹനുമാൻ സ്വാമിയെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് തോന്നിച്ചു. ഞാൻ ഹനുമാൻ സ്വാമി എന്തെങ്കിലും ഒന്നും ചെയ്തു തരണം എന്നങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 9 മണി ആകാറായി. സമയം നോക്കിയപ്പോൾ ഇനി 2 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോഴും വിളക്കിൽ നിറയെ എണ്ണയുണ്ട്. തിരികളൊന്നും തന്നെ അണയാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അതാണ് ഹനുമാൻ സ്വാമി കാണിച്ചെന്ന അത്ഭുതം. അടുത്ത സെക്കൻഡിൽ ആ വീട്ടിലെ ഒരു അംഗത്തിന് ഒരു ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ്, എല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു കതക് തുറന്ന് പുറത്തേക്ക് കടന്നു. ഉടനെ തന്നെ കതക് അടയ്ക്കുകയും ചെയ്തു. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ആ കതക് തുറന്നു ഇടുകയാണെങ്കിൽ കാറ്റ് വന്ന് പെട്ടെന്നത് ആ വിളക്ക് അണയാം എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ആ വ്യക്തി കതകടച്ച് തന്നെയാണ് പുറത്തേക്ക് പോയത്. പക്ഷേ അതിൽ ഹനുമാൻ സ്വാമി കാണിച്ചെന്ന അത്ഭുതം അവിടെയാണ്. ആ ഒരു കതക്, അതിലൊരു കതക് സാവധാനം തുറന്നു, ഒരല്പം തുറന്നു വന്നു. അതിലൂടെ ഒരു കാറ്റ് വന്ന്, ചെറിയൊരു കാറ്റ് വന്ന് ഒരു തിരി ഏകദേശം 2 മിനിറ്റ് മുൻപ്, 9 മണിക്ക് 2 മിനിറ്റ് മുൻപ് ഞാൻ ഗൃഹനാഥനെ ഒന്ന് നോക്കി. ഇപ്പോഴും ആർക്കും ഒരു തൃപ്തിയായിട്ടില്ല. കാരണം 2 തിരികളും അണയണം. 2 നിലവിളക്കിൽ കത്തിരിക്കുന്ന 2 തിരികൾ അണഞ്ഞാലാണ് പറഞ്ഞത് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ഇരിക്കലേ അടുത്ത ഒരു മിനിറ്റിൽ, 9 മണി ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്തൊരു മിനിറ്റിൽ ആ വീട്ടിലെ മറ്റൊരാൾ പുറത്തേക്ക് കിടന്നു. ഈ പുറത്തേക്ക് കിടന്ന ആളെ ഒപ്പം മറ്റൊരാളും കൂടി പുറത്തേക്ക് കിടന്നു. വാതിലൊന്ന് തുറന്നു. രണ്ടാമത് തുറന്ന ഉടനെ തന്നെ രണ്ടാമത്തെ തിരിയും അണഞ്ഞു. കൃത്യം സമയം നോക്കുമ്പോൾ 9 മണി ആകുന്നു. ഞാൻ എല്ലാവരും നോക്കി. അത് എന്നെ സംബന്ധിച്ചത് വലിയൊരു അത്ഭുതം തന്നെയാണ്.